ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 7-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. 7-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരം പറയുന്നു: ബെന്യാമീനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം. അപ്പോൾ ദുഷ്ടന്മാർക്കെതിരായി ന്യായം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണെന്നും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാം ദാവീദിനെ കാണുന്നത് ദൈവം മുൻപാകെ ഒരു ന്യായാധിപതിയുടെ മുൻപിൽ എങ്ങനെ ഒരു നിരപരാധിയായ ഒരു വ്യക്തി വന്നു നിന്ന് തൻ്റെ ഇന്നസെൻസിൻ്റെ ആ പ്രാഗൽഭ്യത്തോടുകൂടെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. താൻ നിഷ്കളങ്കനാണ് ഈ വിഷയത്തിൽ. ഏത് വിഷയത്തിലെന്ന് വെച്ചാൽ തൻ്റെ രാജാവായിരുന്ന, അതായത് ശൗലിൻ്റെ രാജ്യത്വത്തെ യാതൊരു വിധത്തിലും ക്വസ്റ്റ്യൻ ചെയ്യുകയോ ശൗലിനോട് നീതികേട് പ്രവർത്തിക്കുകയോ രാജദ്രോഹം ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് പലപ്പോഴും പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്കുമൊക്കെ ഇരയായി തീർന്നുവെങ്കിലും ഒരിക്കലും രാജാവിനെതിരായി താൻ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് താൻ തന്നെ പറയുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. കാരണം ശിമെയി തന്നെ വളരെയധികം കുറ്റപ്പെടുത്തുന്നു, രാജദ്രോഹി എന്ന് വിളിക്കുന്നു. കാരണം ശൗല് തൻ്റെ കുടുംബത്തിൽ, അല്ലെ തൻ്റെ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. അപ്പോൾ ദാവീദ് അത് കേട്ടിട്ടും യാതൊരു മറുപടിയും പറയുന്നില്ല, ശിമെയി ശപിച്ചിട്ടും. എന്നിട്ട് കൂടെയുള്ള യോവാബിനോടുമൊക്കെ പറയുന്നു, അവൻ ശപിക്കട്ടെ, കാരണം യഹോവ അനുവദിച്ചത് കൊണ്ടാണല്ലോ അവൻ ഇത് ചെയ്യുന്നത് എന്ന്. എന്നിട്ട് പിന്നീട് കർത്തൃസന്നിധിയിൽ വന്നിരുന്നു കൊണ്ട് ദാവീദ് പറയുകയാണ്: ദൈവമേ, ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കുന്നല്ലോ, നീ എന്ന് എനിക്ക് വേണ്ടി ന്യായം ചെയ്യണമേ. കാരണം ഈ വിഷയത്തിൽ എൻ്റെ പക്കൽ ഒട്ടും തന്നെ അന്യായമില്ല. അതായത് തനിക്ക് പ്രാഗൽഭ്യത്തോടുകൂടെ ഈ വിഷയത്തിൽ മുൻപാകെ നിൽക്കാം. കാരണം താൻ ദ്രോഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് 8-ാമത്തെ വാക്യത്തിൽ: യഹോവേ, എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം എത്രമാത്രം നിർമ്മലമാണ് ഈ വിഷയത്തിലെന്നുള്ളത് നീ അറിയുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് എനിക്ക് പ്രതിക്രിയ നടത്തി തരണം. അല്ലെങ്കിൽ എന്നോട് എതിർക്കുന്നവരോട് നീ എതിർക്കണം. ഞാനത് പ്രതികാരം എൻ്റെ കയ്യിൽ ഞാൻ എടുക്കുന്നില്ല, ഞാൻ നിന്നെ അത് ഏൽപ്പിക്കുകയാണ്. കാരണം നിൻ്റെ സ്വഭാവം എനിക്കറിയാം, നീ നീതിമാനാണ്. അതുപോലെ തന്നെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ് നീ. ഇനി അത് എന്ത് ചെയ്താലും, അഥവാ എന്തെങ്കിലും ദ്രോഹം ചെയ്തില്ലെങ്കിൽ തന്നെയും ഉള്ളിൽ ആ ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹം വന്നാൽ പോലും നീ അത് അറിയുന്നവനാണ്. അപ്പോൾ എൻ്റെ പക്കൽ നീതിയുണ്ട് എന്നുള്ളത് നീ അറിയുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ പോലും രാജാവിന് ദ്രോഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എൻ്റെ ശത്രുക്കളോട് നീ ഇടപെടണമേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ ഒക്കുന്നത്? ഇവിടെ നിന്നും ദൈവം മുൻപാകെ നമുക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നമുക്കൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വേദഭാഗം സങ്കീർത്തനങ്ങൾ 18-ന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ അവൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതി പ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. കാരണം കർത്താവ് നീതിമാനാണ്. കർത്താവ്
നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെ പോലും അറിയുന്നതാണ്. ആ പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ തന്നെയും ആ പ്രവൃത്തിയോട് ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാനൊരു ചായ്വുണ്ടായാൽ തന്നെ കർത്താവിനതറിയാം. അപ്പോൾ ഇവിടെ ദാവീദ് പ്രാഗൽഭ്യത്തോടെ ദൈവം മുൻപാകെ നിൽക്കുന്നത് ആ പാപം താൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. അതാണ് വാസ്തവത്തിൽ പുതിയ നിയമ വിശ്വാസിയും നാം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് 2 കൊരിന്ത്യർ 5:21 പറയുന്നു. അങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ നാം പാപം ചെയ്ത് കളയാമെന്നോ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ പോലും ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയുന്നതിനുള്ള ഒരു പ്രാഗൽഭ്യമോ, ഇത് തമ്മിലുള്ള വ്യത്യാസം നാം അറിയണം. അതായത് നമ്മുടെ ഹൃദയത്തിൽ പോലും നാം പാപം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഹൃദയത്തെയും വിശുദ്ധിയോടുകൂടെ നാം സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം മുൻപാകെ നിൽപ്പാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ലഭിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ.